ഇടുക്കി മലയോര മേഖലയിലെ ഒരു പോലീസ് സ്റ്റേഷനും അതിലേക്ക് പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന ഒരു SI-യുടെയും അയാൾ നേരിടേണ്ടി വന്ന ഒരു പുതിയ മർഡർ ഇൻവെസ്റ്റിഗേഷന്റെയും കഥ പറയുന്ന ചിത്രമാണ് ദൃഢം എന്ന് പറയുന്നത്. ഷെയ്ൻ നിഗം നായകനായി മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ദൃഢം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു പുതിയ SI ചാർജ് എടുക്കാനായിട്ട് വരുന്നു. അദ്ദേഹത്തിന് ഒരു പുതിയ മർഡർ കേസ് അസൈൻ ചെയ്ത് കിട്ടുന്നു. ഈ മർഡർ കേസുമായി റിലേറ്റ് ചെയ്ത് പുതിയ പുതിയ ഇവന്റുകൾ ഹാപ്പൻ ചെയ്തു. അങ്ങനെ ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്ത് എൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ഹാഫ് ആണ് നമുക്കുള്ളത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ നടക്കുക. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ പുതിയ റെവല്യൂഷൻ വരും, അതുവഴി പുതിയ ട്വിസ്റ്റുകൾ വരും, ഒക്കെ നമ്മൾ എന്റർടൈൻ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കഥ പോകുന്നത്. നമ്മൾ നിരാശപ്പെടുന്ന ഒരു ഭാഗമാണ് വരിക. പക്ഷേ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ, അതായത് അവസാനത്തെ ഒരു 20-30 മിനിറ്റിലേക്ക് വരുന്ന 20 മിനിറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉള്ള ഒരു ചിത്രം തന്നെയാണ് ദൃഢം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പല പോരായ്മകളും ഈ ചിത്രത്തിനുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഡയലോഗുകളാണ്. വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡയലോഗുകളായിട്ട് തോന്നി. അപ്പം പലപ്പോഴും എന്താണ് ഈ ഡയലോഗുകൾ പറയുന്ന സമയത്ത് ഇവർ അഭിനയവും നമുക്ക് മോശമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ തോന്നുക. പക്ഷേ ചില സീനുകളൊക്കെ ഷെയ്ൻ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതായത് ഇതുപോലുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ട് മറക്കാവുന്ന ഒരു ചിത്രമാണ്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ നമ്മൾ വലിയ ത്രില്ലറൊക്കെ പ്രതീക്ഷിച്ച് പോകരുത്. ബട്ട് എന്താണ് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ൻ നിഗം ചിത്രമാണ്. ഓക്കെ, സോ ത്രില്ലർ പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.